ഒരു നോട്ടി അല്ലെങ്കിൽ മിസ്റ്റീരിയസ് സൈഡ് ഓഫ് സ്വാമിയാണ്, ഭഗവാനാണ് അവിടെ കാണിക്കുന്നത്. സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്കും അത് പറഞ്ഞുതരാം. Krishna
பக்கத்து வீட்டு பெண்ணை அடித்தான், பக்கத்து வீட்டு பெண்ணை அடித்தான், ஆரிராகம் பாடி சொல்ல வந்த தேடித்தான். இதை விட என்ன சமாதானம் நடக்குமோ? ഭഗവാൻ കൃഷ്ണൻ അടുത്ത വീട്ടിലെ ഗോപികയെ വിളിച്ചിട്ട് പറയാണ്, മുഖാനി എന്ന് പറഞ്ഞിട്ടൊരു കർണാടക സംഗീതത്തിലൊരു രാഗമുണ്ട്, മുഖാനി രാഗത്തിൽ നിന്ന് പാടിക്കുന്ന വെറുതെ ഈ ഗോപികയുടെ അടുത്ത് പറയാം. അപ്പൊ പാവ ഈ ഗോപിക എന്താ പറയണേ, അയ്യോ കൃഷ്ണ എനിക്ക് മുഖാരി പാടാൻ അറിയില്ലല്ലോ, അപ്പൊ എന്താ ചെയ്യാ? അപ്പം ഈ വിഷമക്കാരനായിട്ടുള്ള ഭയങ്കര കുസൃതി, ഭയങ്കര നോട്ടി ആയിട്ടുള്ള മിസ്റ്റീരിയസ് കണ്ണൻ പറയാണ്, കണ്ണൻ പറഞ്ഞൊന്നുമില്ല, കണ്ണൻ ഗോപികയ്ക്കിട്ട് നല്ലൊരു പിച്ച് കൊടുത്തു. അപ്പൊ ഗോപിക ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങിയപ്പോ കൃഷ്ണൻ പറയാണ്, നിന്റെ ഈ കരച്ചില് മുഖാരി ഉണ്ടല്ലോ എന്ന് മനസ്സിലായോ? നീ മുഖാരി പാടുന്നുണ്ട്, കരഞ്ഞാൽ മതി, അത് മുഖാരി. അതുപോലെ നെക്സ്റ്റ് സ്റ്റാൻസില് പറയുന്നത്, വെണ്ണ കട്ട് തിന്നാലും ഭഗവാൻ ഒരു കള്ളനാണ് ആരോടും പറയുന്നത്, കണ്ണൻ ഒരു കള്ളനാണെന്ന് പറയേ പാടില്ല. ബിക്കോസ് എങ്ങാനും ബൈ മിസ്റ്റേക്ക് യശോദാമ്മയുടെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ മകനൊരു കള്ളനാണെന്ന് പറയണമെങ്കിൽ കൃഷ്ണൻ എന്താ പറയാന്നറിയോ? കൃഷ്ണൻ നമ്മൾ വിചാരിക്കുന്ന ആളല്ല. കൃഷ്ണൻ പറയും, ഈ ഗോപികയുടെ അമ്മയും അച്ഛനും അമ്മൂമ്മയും അപ്പൂപ്പനും, പണ്ട് രേവതി കിലുക്കത്തിൽ പറഞ്ഞ പോലെ അമ്മൂമ്മേനെയും അപ്പൂപ്പനെയും അച്ഛനും അമ്മയും ഒക്കെയാണ് കള്ളന്മാരെന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പൊ അത്രയൊരു വിഷമക്കാരെ കണ്ണനായിട്ടാണ് ഈ ഒരു ഹിന്ദുസ്തുതിയിൽ പറയാം. അപ്പൊ we get back to the song.